അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ടി മുഹമ്മദ് വേളം, ഇവിടെ വേദിയിലുള്ള മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി എ റഹ്മത്തുന്നീസ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭം മനുഷ്യജീവിതത്തെ സംബന്ധിച്ച ഗൗരവമുള്ള ആലോചനകൾക്ക് വഴി തുറക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആശയങ്ങളുടെ വ്യവഹാരമാണ്. ആശയവ്യവഹാരങ്ങളെ ആശയപാപ്പരത്വമുള്ളവർക്ക് മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. മനുഷ്യജീവിതം അന്വർത്ഥമാകുന്നത് ഈ ആശയവ്യവഹാരങ്ങളിലൂടെ നമ്മൾ പക്ഷപാതിത്വങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ്. ആ അർത്ഥത്തിൽ ഒരുപാട് മനുഷ്യരുടെ യാഥാർത്ഥ്യാന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകാൻ കണക്റ്റ ഈ കൾച്ചറൽ എക്സിബിഷന് സാധ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധ്യമാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചത്തിന് വളരെ കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുണ്ട് എന്ന് കാണാൻ പറ്റും. യാദൃശ്ചികതകളെല്ലാം കൂടി ഒത്തുചേർന്നിട്ടല്ല ഈ പ്രാപഞ്ചിക ഘടന നിലനിൽക്കുന്നത്. മറിച്ച് വളരെ വ്യവസ്ഥാപിതമായ നിയമക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചം ഒന്നടങ്കം നിലനിർത്തുന്ന ആ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ നിയമവ്യവസ്ഥ കാലാധിവർത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അത് പ്രപഞ്ചം എന്ന് ഉത്ഭവിച്ചുവോ, ഈ ആവാസ വ്യവസ്ഥ എന്ന് രൂപപ്പെട്ടുവോ, അന്നു മുതൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥ നിലനിർത്തുന്ന നിയമം ഒന്നാണ്. നമ്മളുടെ കയ്യിലുള്ള ഈ മൊബൈൽ ആപ്പുകൾക്ക് അപ്ഡേഷനുകൾ വരുന്നത് പോലെ ഈ നിയമവ്യവസ്ഥക്ക്, പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന നിയമവ്യവസ്ഥക്ക് കൂടെ കൂടെ അപ്ഡേഷനുകൾ വരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ മൗലികമായ സ്വഭാവമുള്ളതാണ് ആ നിയമവ്യവസ്ഥ. അത് കാലാധിവർത്തിയായി അങ്ങനെ നിലകൊള്ളുകയാണ്. നമ്മുടെ ആധുനികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മരം, എത്ര വലിയ മരമാണെങ്കിലും, ആകാശാന്തരീക്ഷത്തിലേക്ക് തല ഉയർത്തി അമ്പിളിയമ്മാമനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന ഒരു വൻ വടവൃക്ഷമാണെങ്കിലും നിമിഷനേരം കൊണ്ട് നമുക്ക് ആ മരം മുറിച്ച് മറിച്ച് പൊടിച്ച് ആ പ്രദേശം തന്നെ ശൂന്യമാക്കാൻ കഴിയും. അതിനു പറ്റിയ യന്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നശീകരണപരമായ വശത്തിൽ മനുഷ്യൻ ഒരുപാട് നേട്ടം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതേസമയം ഒരു മരം നമ്മൾ നട്ടാൽ, ഒരു തെങ്ങിൻ്റെ ഒരു തേങ്ങയുടെ ചെറിയ ഒരു തൈ നിങ്ങൾ വെച്ചാൽ, ഈ മരം മുറിക്കുന്ന വേഗതയിൽ അത് വളർത്തുന്ന ഒരു വിധിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറിയ സ്കൂളുകളിൽ, LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ നാടന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ റോഡരികിൽ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, തള്ളയില്ലാതെ വിരിഞ്ഞ ആ കുഞ്ഞുങ്ങൾ
അത് 24 മണിക്കൂർ കൊണ്ട് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അവറ്റങ്ങൾക്ക് ആയുസ് ഒരു ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല, പൊടുന്നനെ ചത്തുപോകും എന്ന് പറഞ്ഞാൽ നിരക്ഷരരായ ജനത ഏതോ ഒരു സന്ദർഭത്തിൽ 24 മണിക്കൂർ കൊണ്ട് ശാസ്ത്രത്തിന് കോഴിമുട്ട വിരിയിക്കാൻ കഴിയും എന്ന് ആളുകൾ ധരിച്ചു വശായി എന്നതാണ് അതിൻ്റെ അർത്ഥം. സംഭവം സായിപ്പ് 22 തട്ടുകളുള്ള ഒരു ഇൻക്യുബേറ്റർ ആവിഷ്കരിച്ചു. ആ ഇൻക്യുബേറ്ററിൻ്റെ 1ാമത്തെ തട്ടിൽ 1ാമത്തെ ദിവസം നിരത്തി കോഴിമുട്ടകൾ വെച്ചു. 2ാമത്തെ ദിവസം 2ാമത്തെ തട്ടിൽ, 3ാമത്തെ ദിവസം 3ാമത്തെ തട്ടിൽ, അങ്ങനെ 22ാമത്തെ ദിവസം 22ാമത്തെ തട്ടിൽ കോഴിമുട്ട വെച്ച അന്ന് 1ാമത്തെ തട്ട്, അടിയിലെ 1ാമത്തെ തട്ട് തുറന്നപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. പിന്നെ ഈ പ്രക്രിയ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരുന്നു. അപ്പം നോക്കി നിൽക്കുന്നവർ കാണുന്നത് ഇന്ന് കോഴിമുട്ട വെക്കുന്നു, നാളെ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്നു എന്നാണ്. അപ്പോൾ ആളുകൾ കരുതി 24 മണിക്കൂറുകൾ കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിക്കാൻ സാധിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നതിന് കോഴിമുട്ട വിരിയുന്നതിന് പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. ആ അനുപാതത്തിൽ ചൂട് ലഭിക്കാതെ അത്രയും ദിവസം പിന്നിടാതെ കോഴിമുട്ട വിരിയില്ല. ഇതൊരു കോഴിമുട്ടയുടെ കാര്യം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനൊരു നിയമവ്യവസ്ഥയുണ്ട് എന്നും ആ നിയമവ്യവസ്ഥക്ക് മാറ്റമില്ല എന്നുമാണ് ഞാൻ പറയുന്ന 1ാമത്തെ കാര്യം. ഈ നിയമവ്യവസ്ഥക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആവാസ വ്യവസ്ഥ ആരംഭിച്ചത് മുതൽ ചൂട്, തണുപ്പ് പോലെയുള്ള സംഗതികൾക്കൊക്കെ പ്രകൃതിപരമായ ഒരു നിയമമുണ്ട്. അതുപോലെ പ്രകാശത്തിൻ്റെ വേഗത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രകൃതിപരമായ ഒരു നിയമമുണ്ട്. ഈ നിയമം ഇടയ്ക്കിടെ പരിഷ്കരിക്കപ്പെടുന്നില്ല. ഈ നിയമം ഈ പ്രപഞ്ചം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാപഞ്ചിക വ്യവസ്ഥ നിലനിൽക്കുന്നത് കാലാതിവർത്തിയായ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഞാൻ പറയുന്ന 1ാമത്തെ കാര്യം. ഇനി നിങ്ങൾ ആ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് വീണ്ടും ഒരല്പം കൂടി ശാന്തമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ നിയമവ്യവസ്ഥ ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരോട് ഒരു സമീപനവും വേറെ ഒരു പ്രദേശത്തുകാരോട് വേറെ ഒരു തരത്തിലുള്ള സമീപനവും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പെട്രോൾ എന്ന് പറയുന്ന ദ്രാവകം ആളിക്കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല പെട്രോൾ ഉപയോഗിച്ച് ആഫ്രിക്കക്കാര് തീ കത്തിച്ചുവെന്നും അതേസമയം അമേരിക്കയിൽ തീ കെടുത്താനാണ് പെട്രോൾ ഉപയോഗിക്കുന്നത് എന്നതും ഒരിക്കലും സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ പെട്രോൾ കത്തുന്ന ഒരു ദ്രാവകമാണെങ്കിൽ അത് ഏത് പ്രദേശത്തുകാർക്കും അതേ പ്രയോജനം മാത്രമേ നൽകൂ. ഒരു പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട അമേരിക്കയിലെ ഒരു സായിപ്പ് ഒരു തീക്കണൽ കയ്യിലെടുത്താൽ കൈ കരിച്ചു പൊള്ളിച്ചു കളയുമെന്നും ഒരു ദക്ഷിണാഫ്രിക്കക്കാരനാണ് എടുക്കുന്നതെങ്കിൽ കയ്യിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നും പറയാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പ്രകൃതിയുടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ 2ാമത്തെ സ്വഭാവം അത് ദേശവ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ പ്രദേശത്തുകാരോടും ഒരേ സമീപനമാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് ഒരല്പം കൂടി ശാന്തമായി ലേശം മുന്നോട്ട് കടന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് 3ാമത് ഒരു യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയും. അതെന്താണ്? ഈ നിയമവ്യവസ്ഥ മനുഷ്യരുടെ തട്ടുകൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെടുന്നില്ല. ഒരു സവർണനായ ഒരാൾ ഈ തീക്കണൽ കയ്യിലെടുക്കുമ്പോൾ അയാൾക്ക് പുഷ്പം പോലെ മനോഹരമായിട്ട് അനുഭവപ്പെടുകയും ഒരു കീഴ്ജാതിയിൽപ്പെട്ടവൻ ഈ തീക്കണൽ കയ്യിലെടുക്കുകയാണെങ്കിൽ കൈ കരിച്ചു കളയുകയും ചെയ്യും എന്നിങ്ങനെ സംഭവിക്കുകയില്ല. എല്ലാ മനുഷ്യരോടും ഒരേ വിവേചനമാണ്, ഒരേ സമീപനമാണ്, വിവേചനരഹിതമായ സമീപനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമവ്യവസ്ഥക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് അതിൻ്റെ വിശദീകരണങ്ങൾ ഞാനിപ്പോൾ ഒഴിവാക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ കാലാതിവർത്തിയായ സ്വഭാവമുള്ളതാണ്. അത് ഇടയ്ക്കിടെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ല എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, ആ നിയമവ്യവസ്ഥ പരിഷ്കൃത രാജ്യങ്ങൾ, അപരിഷ്കൃത ലോകങ്ങൾ, മുന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക രാജ്യങ്ങൾ എന്നിങ്ങനെയുള്ള വേർതിരിവിൽ വിവേചനം കാണിക്കുന്നില്ല, എല്ലാവരോടും ഒരേ സമീപനമാകുന്നു എന്നുള്ളതാണ്. 3ാമത് ഞാൻ പറഞ്ഞത്, ഈ നിയമവ്യവസ്ഥ മനുഷ്യർക്കിടയിൽ എന്തൊക്കെ ഉച്ചനീചത്വങ്ങൾ കൃത്രിമമായി നമ്മൾ പണിതുയർത്തി പരിപാലിച്ചു കൊണ്ടു നടക്കുന്നുണ്ടോ, ഈ കൃത്രിമമായ ഉച്ചനീചത്വങ്ങൾക്കും വിഭജനങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരെ സമമായി കണ്ടുകൊണ്ട്, തുല്യമായി കണ്ടുകൊണ്ട് എല്ലാവരോടും ഒരുപോലെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാപഞ്ചിക ഘടന നിലനിൽക്കുന്നത് എന്ന് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ പിന്നെ ഇവിടെ ഉത്ഭവിക്കുന്ന അടുത്ത ചോദ്യം, ഈ പ്രാപഞ്ചിക നിയമവ്യവസ്ഥയും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥ മനുഷ്യന് ബാധകമാകുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയണമെങ്കിൽ മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശക്തി എന്ത്, മനുഷ്യന്റെ ദൗർബല്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ 2-2.5 വയസ്സായ കുഞ്ഞ് ആ മുറ്റത്ത് പരസ്യമായിട്ട് മലവിസർജനം നടത്തി എന്ന് വിചാരിക്കുക. അപ്പൊ ആ കുഞ്ഞിന്റെ ഉമ്മ, അല്ല ആ കുഞ്ഞിന്റെ മൂത്ത ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിയോ ആയ കുട്ടി വീട്ടിനകത്തേക്ക് അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ വിളിച്ചറിയിക്കുന്നു, ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോ ആ പൊടുന്നനെ ആ കുഞ്ഞിന്റെ മാതാവ് വരുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് ലേശം അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി ഈ കുഞ്ഞ് വിസർജിച്ചതിൻ്റെ മുകളിൽ ഒരല്പം മണ്ണ് വാരിയിടുന്നു. അതേ വീട്ടിൽ തന്നെ ചെറിയ ഒരു സ്വന്തം നിലക്ക് ആഹാരം കഴിച്ചു തുടങ്ങിയ ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. ആ പൂച്ചക്കുഞ്ഞ് അതിന് വിസർജിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിനകത്ത് നിന്ന് ജനൽ വഴിയോ വാതിൽ വഴിയോ പുറത്തേക്ക് ചാടി അതിൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് മണ്ണിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ മലവിസർജനം നടത്തി. എന്നിട്ട് ആ കുഞ്ഞു കൈകൾ കൊണ്ട് ആ കുഴി മണ്ണിട്ട് മൂടി. ഇത്ര മൂടിയാൽ മതിയോ, മണം പുറത്തു വരുന്നുണ്ടോ എന്ന് കൂടെ കൂടെ മണത്തു നോക്കി. അങ്ങനെ വളരെ മനോഹരമായി ഒരു മനുഷ്യന്റെ നിലവാരത്തിലാണ് പൂച്ചയുടെ കുഞ്ഞ് മലവിസർജനം നടത്തുന്നത് എന്ന് കാണാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ കുഞ്ഞിന് അങ്ങനെയൊന്നും സാധിച്ചില്ല. അത് മുറ്റത്തങ്ങ് പരസ്യമായിട്ട് മലവിസർജനം നടത്തി. അപ്പോൾ കുഞ്ഞിന്റെ ഉമ്മ വീട്ടിനകത്ത് നിന്ന് വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് ലേശം അപ്പുറത്തേക്ക് മാറ്റിവെച്ച് ഈ വിസർജിച്ചതിൻ്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. അത് കോരിയെടുത്ത് കളയാനുള്ള വിഷമം കാരണം മണ്ണ് വാരിയിട്ടു. മണ്ണ് വാരിയിട്ട് സ്ഥലം വൃത്തിയാക്കി ആ ഉമ്മ അല്ലെങ്കിൽ അമ്മ, കുഞ്ഞിന്റെ മാതാവ് അകത്തേക്ക് പോയി. ഈ കുഞ്ഞ്, ഈ 2 വയസ്സുള്ള കുഞ്ഞ് നിരങ്ങി ഇഴഞ്ഞിഴഞ്ഞു വന്ന് ഈ അമ്മ മണ്ണിട്ട ഈ മലം, ആ മണ്ണ് നീക്കി വാരി പുറത്തെടുത്തു. എന്നിട്ട് ശരീരത്തിലൊക്കെ ഉദാരമായി തേച്ച് പിടിപ്പിച്ചു. ചിലപ്പോൾ അല്പം ഭക്ഷിച്ചെന്നും വരും. അപ്പൊ മനുഷ്യന്റെ കുഞ്ഞും ഒരു പൂച്ചയുടെ കുഞ്ഞും തമ്മിൽ ആർക്കാണ് ശക്തിയെന്നും ആർക്കാണ് ദൗർബല്യമെന്നും നമ്മൾ ശാന്തമായി ആലോചിക്കേണ്ടതാണ്. സംഗതി മനുഷ്യൻ വളരെ ഉജ്ജ്വലനാണ്. മനുഷ്യൻ ഈ ഇവിടത്തെ എല്ലാ ഭീകര മാരക ഹിംസ്ര ജന്തുക്കളെ മയക്കി മെരുക്കി ഒതുക്കി ഉപജീവനത്തിന് ഉപയോഗപ്പെടുത്താൻ മാത്രം ശേഷിയുള്ളവനാണ്. പക്ഷേ ആ മനുഷ്യന് കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ വിസർജ്യം എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായില്ല എന്നുള്ളതാണ്. നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്കോ പൂച്ചക്കുഞ്ഞുങ്ങൾക്കോ ഒക്കെ അവയുടെ കാഷ്ടം തന്നെ വെച്ച് കൊടുത്തു നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്താലും അവ അത് ഭക്ഷിക്കില്ല. നിങ്ങൾ 2 കോഴികൾക്ക് സമാന്തരമായിട്ട് കോഴിമുട്ടകൾ വെച്ച് നോക്കൂ. എന്നിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്ന ദിവസം ഈ കോഴിക്കുഞ്ഞുങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കൂ. ആ കോഴിക്കുഞ്ഞുങ്ങൾ ആ നിമിഷ നേരം കൊണ്ട് അവയുടെ അതാതിൻ്റെ തള്ളകളുടെ അടുത്തേക്ക് തന്നെ ഓടിച്ചെല്ലും. തൻ്റെ അടുത്തേക്ക് താൻ അടയിരുന്ന് വിരിയിച്ചതല്ലാത്ത ഒരു കോഴിക്കുഞ്ഞ് വരികയാണെങ്കിൽ കൊത്തി ഓടിക്കാനുള്ള ജാഗ്രത ഈ കോഴിയും പുലർത്തും. അതേസമയം നിങ്ങളൊരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു നോക്കൂ. ആ കുഞ്ഞ് ഇതാണ് എൻ്റെ അമ്മ എന്ന് കരുതി അത് ഒരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ അങ്ങനെ ആ താളം പിടിച്ച് എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് അങ്ങനെ നിലകൊള്ളും. അത്രയേ ഉള്ളൂ. അപ്പം മനുഷ്യന് വിവരമുണ്ടാകുന്നത് മനുഷ്യൻ വളരുമ്പോൾ മാത്രമല്ല, മനുഷ്യന് വിവേകം സവിശേഷമായി ബോധനം ചെയ്യപ്പെടുമ്പോഴാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ സ്വന്തം വിസർജ്യം ഭക്ഷിക്കരുത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യന് കുറെ വലുതായി കഴിയുമ്പോഴും അന്യായമായി അന്യന്റെ ധനം ഭക്ഷിച്ചുകൂടാ എന്ന് സ്വയം ചിന്തിച്ച് കണ്ടെത്താൻ കഴിയില്ല. അതിനൊരു ഉത്ബോധനം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പ്രാപഞ്ചിക വ്യവസ്ഥ, ആ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് കാലഭേദങ്ങളോടും ദേശവ്യത്യാസങ്ങളോടും വിവേചനമില്ല എന്ന് പറഞ്ഞു. ആ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് മനുഷ്യർക്കിടയിൽ തട്ടുതിരിക്കുകയോ വിഭാഗീയതകളെ വളർത്തുകയോ ചെയ്യുന്ന ഒരു സമീപനമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കാലാധിവർത്തിയായ സാർവലൗകികമായ സാർവജനീനമായ ആ നിയമവ്യവസ്ഥയുടെ മനുഷ്യന് സവിശേഷം ബാധകമാകുന്ന വകുപ്പിനെയാണ് ദൈവിക നിയമ ജീവിതക്രമം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. കാരണം വളരെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടോ എന്ന ചോദ്യമാണ്.
വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് നിങ്ങൾ ഒട്ടകത്തെ നോക്കുന്നില്ലേ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഅത്. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രന്ഥമാണ്. ആ ആത്മീയ ഗ്രന്ഥം നേരത്തെ നമ്മുടെ പ്രമോദ് രാമൻ അദ്ദേഹത്തിന്റെ സംസാരത്തിനിടക്ക് ഒരു പ്രയോഗം നടത്തി. എന്ന് പറഞ്ഞാൽ ഈ മതബോധവും ഈ ജനാധിപത്യ ബോധവും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. അത് സുമോഹനമായി സമ്മേളിച്ചങ്ങനെ മനോഹരമായി ആവിഷ്കരിക്കാൻ നമ്മുടെ നാടത്തി പെണ്ണുങ്ങൾക്ക് വരെ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിന് അടിവരയിടുകയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതിന് അവനെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിൽ ഒരു പക്ഷെ അവൻ വിജയിക്കുന്നില്ല. അപ്പൊ ഏത് സാധാരണക്കാരനും സാധ്യമാകുന്ന വിശകലനത്തിന്റെ ചില ഉപാധികൾ വിശുദ്ധ ഖുർആൻ അവന്റെ മുമ്പിൽ വെക്കുകയാണ്. നീ ഒട്ടകത്തെ നോക്കുന്നില്ലേ? നമ്മൾ ഒട്ടകത്തെ നോക്കാൻ പോയാൽ ഒട്ടകം നമ്മെയും നോക്കും. നമ്മൾ ഒട്ടകത്തെ അങ്ങനെ നോക്കുന്നു, ഒട്ടകങ്ങൾ നമ്മെയും നോക്കുന്നു. ഞാൻ ഏതോ സർക്കസ് കൂടാരത്തിലെ തീറ്റ കിട്ടാതെ ചോര വാർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ നമ്മെ ക്ലേശിക്കുന്ന ഒട്ടകത്തെക്കുറിച്ചല്ല. മരുഭൂമിയിൽ സ്വൈരമായി വിലസി വിഹരിച്ചങ്ങനെ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ സായാഹ്ന വെയിലിൻ്റെ ആ മനോഹാരിതയിൽ ഒരു വലിയ മണൽക്കൂന നമ്മുടെ നേരെ ഇങ്ങനെ ഇരച്ചു വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാവുന്ന വലിയ ഒട്ടകക്കൂട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനത്തെ ഒട്ടകങ്ങളെ നിങ്ങൾ നോക്കാൻ പോയാൽ ആ ഒട്ടകം നിങ്ങളെയും നോക്കും. ഒട്ടകത്തെ നോക്കിയപ്പോൾ പലതും മനസ്സിലാക്കാൻ സാധിച്ചു. ഒട്ടകം മരുഭൂമിയിലെ ഒരു അത്ഭുതമാണ്. നമ്മുടെ കണ്ണുകൾ അടച്ചാൽ നമുക്ക് ഇരുട്ടായി പോകും. മരുഭൂമിയിലെ മണൽക്കാറ്റുകളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒട്ടകങ്ങൾക്ക് ഈ കണ്ണിൻ്റെ ഈ പോളകൾക്കിടയിൽ ഒരു ട്രാൻസ്പെറൻ്റായ സുതാര്യമായ മറ്റൊരു അഡീഷണൽ സൗകര്യമുണ്ട് എന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. നിങ്ങൾ ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ സൃഷ്ടിവൈഭവത്തിൽ ഒരുപാട് ആലോചിക്കാൻ വകുപ്പുള്ള അത്ഭുത വിശേഷങ്ങളുണ്ട് എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കൂ. അപ്പൊ നമ്മൾ ഒട്ടകത്തെ നോക്കുമ്പോൾ നമുക്ക് പല പാഠങ്ങളും ലഭിക്കുന്നു. ഒട്ടകം നമ്മെ നോക്കിയപ്പോൾ ഒട്ടകത്തിന് ഒരു പാഠവും ലഭിച്ചില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നോട്ടവും മൃഗങ്ങളുടെ നോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. മനുഷ്യന്റെ നോട്ടവും മൃഗങ്ങളുടെ നോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വരികയും മനുഷ്യന്റെ നോട്ടം ആശയപ്രധാനമായി തീരുകയും മനുഷ്യന്റെ നോട്ടം അവന്റെ ചിന്തയെ സ്വാധീനിക്കുകയും മനുഷ്യന്റെ നോട്ടം അവന്റെ ജീവിതത്തെ മാറ്റിപ്പണിയുകയും ചെയ്യുമ്പോഴാണ് കാഴ്ചയും ആശയ വ്യവഹാരങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് കാഴ്ച എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെ മനോഹരമായിട്ട് ഈ കണക്റ്റ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വെക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുകയാണ്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. നിങ്ങൾ പർവ്വതങ്ങളെ നോക്കൂ, അതെങ്ങനെയാണ് ആണികളായിട്ട് അങ്ങനെ നിലനിർത്തുന്നത് എന്ന്. നിങ്ങൾ ഈ ഭൂമിയെ നോക്കൂ, ഉരുണ്ട ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക് പരന്നതായിട്ട് അനുഭവപ്പെടുന്നത് എന്ന്. അപ്പോൾ ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാട് ആഹ്വാനങ്ങൾ ദൈവിക ഗ്രന്ഥങ്ങളുണ്ട്. ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തമായ ഒരു അഭിനിവേശമാക്കി മാറ്റി മനുഷ്യനെ മതോന്മത്തരാക്കി മാറ്റി മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ ശത്രുവാക്കി മാറ്റി എന്നിട്ട് ഇതൊക്കെ മതങ്ങളുടെ വരവിലും ചെലവിലും എഴുതി ചേർക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ മതവിരുദ്ധ ശക്തികളുടെ വളരെ ഗൂഢമായ നീക്കങ്ങളാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വികാരമല്ല. മതം എന്ന് പറയുന്നത് ആലോചനയും ചിന്തയുമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറ്റമില്ലാത്ത പ്രാപഞ്ചിക വ്യവസ്ഥയുടെ കാലാധിപത്യയായ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ തലകാല ഭേദങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ മനുഷ്യരുടെ ഉച്ചനീചത്വങ്ങൾക്കപ്പുറം സമഭാവനയിൽ മനുഷ്യനെ സമീപിക്കുന്ന പ്രാപഞ്ചിക നിയമവ്യവസ്ഥയുടെ മനുഷ്യന് മാത്രം ബാധകമായ സവിശേഷ വകുപ്പിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മതം ഈ മനുഷ്യനോട് മൂന്ന് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ മനോഹരമായ ഒരു സമവാക്യം അവനെ പഠിപ്പിക്കുകയാണ്. ദൈവമുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിത മുമ്പ് വായിച്ചത് ഞാൻ ഓർക്കുന്നു. തേരി നിഗാഹ് മേം സാബിത് നഹി ഖുദാ കാ വജൂദ്, മേരെ നിഗാഹ് മേം സാബിത് നഹി വജൂദ് തെര എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് അസ്തിത്വമില്ല,
നിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് അസ്തിത്വമില്ല, എൻ്റെ കാഴ്ചപ്പാടിലോ നിനക്കും അസ്തിത്വമില്ല എന്നല്ല നായിക്കുമാര് പറയുന്നുണ്ട്. ആ കവിത അങ്ങനെ പിന്നെയും തുടർന്നു പോകുന്നു. സമയം ചുരുക്കാൻ ഞാനിപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഗൗരവപ്പെട്ട ഒരാലോചനയുണ്ട്. ഇത്രയും മനോഹരമായ ആകാശഗംഗ, ചീന വലകളിൽ കുരുങ്ങി നിൽക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെപ്പോലെ നമ്മെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന ലക്ഷോപലക്ഷം ചന്ദ്രനക്ഷത്ര ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. എല്ലാം അതാതിൻ്റെ വഴിയിൽ മനോഹരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൗരയൂഥങ്ങളിൽ മാത്രമല്ല, മിൽക്കി വേകൾ അഥവാ ക്ഷീരപഥങ്ങളുണ്ട്, താരകുടുംബങ്ങളുണ്ട്, കോടാനുകോടി ഗ്രഹോപഗ്രഹങ്ങൾ. ഈ ഭൂമിയേക്കാൾ എത്രയോ വലുപ്പമുള്ള വലിയ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് അണ്ഡകടാഹത്തിൽ അതിവേഗതയിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പക്ഷേ അവിടെ ഒരു ക്രമമുണ്ട്, അവിടെ ഒരു താളമുണ്ട്, അവിടെ അതിനൊരു നിശ്ചിത സമയവും ക്രമവുമുണ്ട്. അടുത്ത സൂര്യഗ്രഹണം എന്നാണ് എന്ന് നമുക്കിപ്പോഴേ കണക്കുകൂട്ടി പറയാൻ പറ്റുന്ന അത്രയും ക്രമാനുഗതമായിട്ട് അത് സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടികൾ ഓടുന്നത് പോലെ ഗോളങ്ങൾ വൈകി ഓടുന്നതായിട്ട് കാണപ്പെടുകയും അങ്ങനെ ഗോളങ്ങൾ വൈകി ഓടിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രഭാതം വൈകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് വളരെ കൃത്യമായ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥ മനോഹരമായിട്ട് നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നത് കൊണ്ട് ആകാശലോകത്ത് ശാന്തി ഉണ്ടാകുന്നു. അപ്പോൾ ബൈബിളിലെ ഒരു മന്ത്രമുണ്ട്, ആകാശലോകങ്ങളിൽ എന്ന പോലെ ഭൂമിയിലും ദൈവരാജ്യം വരേണമേ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ എന്ത് തീരുമാനിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അവിടെയാണ് 3 ബന്ധങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്ന ഒരാലോചന നമ്മുടെ മുമ്പിൽ വരുന്നത്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ സമസൃഷ്ടികളും തമ്മിലുള്ള ബന്ധം, ഞാനും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം. ഈ 3നെയും സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് പുലരുവോളം പറയാൻ മാത്രം കാര്യങ്ങൾ ദൈവികമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ അങ്ങനെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ചില സൂചനകൾ പറയാം. പ്രപഞ്ചത്തിനൊരു നാഥനില്ല എന്ന് തീരുമാനിക്കുന്നത്, എന്നിട്ട് ഞാനൊരു ദൈവത്തിനും ഞാനൊരു ശക്തിക്കും വഴിപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വലിയ ഫാഷനായിട്ട് ഇന്ന് പലരും കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്നു. ദൈവമില്ല, അതുകൊണ്ട് ഞാൻ മതത്തിന് വിധേയമായിട്ടില്ല. ഒരു പള്ളിയും ഒരു പട്ടവും ഒരു മതവും ഒരു ദൈവവും ഒരു പൂജാരിയും ഒന്നും എൻ്റെ ഒരു കാര്യത്തിനും ഒരു തരത്തിലുള്ള വിലങ്ങും വെക്കുന്നില്ല. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതൊരു വല്ലാത്ത സ്വാതന്ത്ര്യം തന്നെ. മധുരോദാര സുന്ദരമായ അനർഘ നിമിഷങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ചക്രവാളത്തിൽ ഇത്തരക്കാർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും. എന്നാൽ നിങ്ങളൊരു ലേശം ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഒന്നിനും വിധേയമായിട്ടില്ല എന്നാണ് ഒരാൾ പറയുന്നത്. ഒന്നിനും വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളുടെ തന്നെ അടിമയായി തീർന്നിരിക്കുന്നു പരിപൂർണമായും എന്നാണ്. അയാളുടെ തന്നെ അടിമയായി തീർന്നിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, ഒരാൾ എത്ര കണ്ട് സ്വതന്ത്രനാവുന്നുവോ അത്ര കണ്ട് അയാൾ സ്വന്തത്തിൻ്റെ തന്നെ അടിമയാവുകയാണ് സംഭവിക്കുന്നത്. എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും നിബന്ധനകളിൽ നിന്നും കൊതറിച്ചാടി പുറത്തു ചാടുമ്പോൾ അയാൾ സർവതന്ത്ര സ്വതന്ത്രനാവുകയാണ് എന്ന് ഉപരി ഒറ്റനോട്ടത്തിൽ തോന്നാം. പക്ഷേ അത് ലിബറലിസത്തിൻ്റെ ഒരു മേലത്തെ ഒരു ഉപരിപ്ലവമായ പ്രകടനം മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അയാൾ സ്വന്തത്തിൻ്റെ തന്നെ അടിമയായിരിക്കുകയാണ്. അങ്ങനെ സ്വന്തത്തിൻ്റെ അടിമയാകലാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇണചേരുന്നതിന് വരെ ഒരു തടസ്സവുമില്ലാത്ത ഇതുപോലെ ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങാടികളുടെ നടുവിൽ വെച്ച് വരെ കന്നുകാലികൾ ഇണചേരുന്നത് നമ്മൾ കാണുന്നു. പക്ഷിമൃഗാദികൾ ഇണചേരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇണചേരുന്നതിന് പോലും പരിസരം പരിഗണിക്കേണ്ടതില്ലാത്ത ഈ ജീവജാലങ്ങളുടെ മുമ്പിൽ ഈ വിവേകമുള്ള മനുഷ്യന് സ്വന്തത്തിൻ്റെ മേൽ അടിമയായിക്കൊണ്ട് സ്വതന്ത്രനാകാൻ കഴിയുമോ? സ്വാതന്ത്ര്യം ആവിഷ്കരിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ദൈവത്തിന് അടിമപ്പെടുക എന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. അത് മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് അടിമപ്പെടുമ്പോൾ മറ്റുള്ള അടിമത്വങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ സ്വതന്ത്രനാവുകയാണ്. അല്ലാതെ സ്വന്തം ഇച്ഛയുടെ അടിമത്വത്തിൽ നിന്ന്, സ്വന്തം വികാരങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, സ്വന്തം വംശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ അടിമത്വത്തിൽ നിന്ന് സമത്വ ഭാവനയുടെ ഒരു വലിയ ലോകത്തിലേക്ക് വരികയാണ്. ബിലാൽ എന്ന ഒരു കറുത്ത ഒരു അനുയായി ഉണ്ടായിരുന്നു പ്രവാചകൻ മുഹമ്മദിന്. ബിലാൽ എന്ന് പറയുന്നത് ഒരു കറുകറുത്ത, നമ്മളെ ഈ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയുടെ
ഉണക്കമുന്തിരിയുടെ രൂപമുണ്ടായിരുന്ന ബിലാൽ, രീതിയിൽ മുടിയും മുഖവുമുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ, അദ്ദേഹം ആത്മകഥം ചെയ്യുന്നുണ്ട്. എനിക്ക് മുഹമ്മദിനെ കുറിച്ച് ഞാൻ കേട്ടു, മുഹമ്മദിനെ വന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ഞാൻ മോഹിച്ചു. മുഹമ്മദ് എവിടെയാണുള്ളത് എന്ന് ഞാൻ പലരോടും അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ എനിക്കായില്ല. അങ്ങനെ ഞാൻ ഒരു രാത്രി രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടു. നാണം മറക്കാൻ വേണ്ട വിധം വസ്ത്രങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ കൂരിരുട്ടിന്റെ നിറവും എൻ്റെ ശരീരത്തിന്റെ തൊലിയുടെ കളറും ഏകദേശം അങ്ങനെ ഒത്തൊപ്പിച്ചു പോകാമെന്ന മട്ടിൽ ഞാൻ ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് മുഹമ്മദ് ഉണ്ട് എന്ന് കേട്ടു മനസ്സിലാക്കിയ ദിക്ക് ലക്ഷ്യം വെച്ച് ഞാൻ നടന്ന് പാതിരാവ് ചെന്ന നേരത്ത് ഒരു ചെറിയ കുടിലിന്റെ അടുക്കൽ ഞാൻ എത്തി. ആ കുടിലിന്റെ ഈത്തപ്പനത്തട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ കുടിലിന്റെ ഭിത്തികൾക്കിടയിലൂടെ ചെറിയ പ്രകാശനാളം ഞാൻ കണ്ടു. അതിന്റെ പുറത്തു നിന്നിട്ട് ഞാൻ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. അപ്പോൾ അകത്തു നിന്ന് ആരാണത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ, സ്വന്തം മേൽവിലാസമില്ല, ഉമയ്യത്തിന്റെ അടിമയായ ബിലാൽ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. കടന്നു വരൂ എന്നോട് ആവശ്യപ്പെട്ടു. ആ വീടിന്റെ ചാരിവെക്കപ്പെട്ട ഈത്തപ്പനയുടെ വീതി കുറഞ്ഞ വാതിൽ മെല്ലെ നരക്കി നീക്കിയിട്ട് ഞാൻ കുനിഞ്ഞ് ആ വീട്ടിനകത്തേക്ക് കടന്നു. അങ്ങനെ വീട്ടിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഭൂമിയിൽ തറയിൽ പതിഞ്ഞിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പൊടുന്നനെ എണീറ്റു, രണ്ട് കൈയും നീട്ടി എൻ്റെ നേരെ വന്നു. എന്നിട്ട് വർഷങ്ങളായി ഒട്ടകത്തിൻ്റെ തൊഴുത്തിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടത്തോടും മൂത്രത്തോടും ഒന്നിച്ച് സഹവസിച്ചങ്ങനെ ദുർഗന്ധമുള്ള മുഷിഞ്ഞ എൻ്റെ ശരീരത്തെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അണച്ച് മുറുക്കി അങ്ങനെ നിന്നു. എന്നിട്ട് ബിലാൽ പറയുകയാണ്, അന്നാണ് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തെ ഒരാൾ പരിരംഭണം ചെയ്യുന്നത് എന്ന്, ആലിംഗനം ചെയ്യുന്നത് എന്ന്. ഞാൻ പറയുന്നത്, ദൈവം എല്ലാത്തിനും മീതെ എന്ന് അംഗീകരിക്കുമ്പോൾ നമ്മളൊക്കെ സമന്മാർ എന്ന ഒരു സിദ്ധാന്തം അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് സമത്വത്തിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ പര്യായ പദമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപാടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അവൻ്റെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അവൻ്റെ അടുത്ത ബന്ധുക്കളും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അവൻ്റെ അയൽവാസികളും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അവൻ്റെ നാട്ടുകാരും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അവൻ്റെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സമജീവികളും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഈ കോഴിപ്പാട്സ് സഞ്ചിയിലാക്കിയിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ ചുറ്റുമതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടാൽ എൻ്റെ ലോകം വൃത്തിയാകും എന്ന് കരുതുന്ന അത്രയും അല്പജ്ഞാനിയായ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാപഞ്ചിക ഘടനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകന്റെ 2 വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതിൻ്റെ മറ്റു കാര്യങ്ങളെ വഴിയെ നമുക്ക് ആലോചിച്ച് കണ്ടെത്തുകയും ആവാം. നിങ്ങൾ ഈ കണക്റ്റ എന്ന ഈ ദൃശ്യ വിരുന്ന് നിങ്ങളുടെ മസ്തിഷ്കങ്ങളെ ഉണർത്തുകയും നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുകയും നിങ്ങളുടെ അന്വേഷണങ്ങളെ ത്വരിതപ്പെടുത്തുകയും നിങ്ങളുടെ സംവാദോമുഖമായ മസ്തിഷ്കത്തിൻ്റെ വ്യവഹാരങ്ങളെ അത് പരിപോഷിപ്പിക്കുകയും അങ്ങനെ നിങ്ങളതിനെ വികസിപ്പിച്ച് നമ്മുടെ ഒരു നല്ല നാളേക്കുള്ള പ്രയാണത്തിൻ്റെ പാഥേയമാക്കുകയും ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 2 വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഒന്ന്, പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരാൾ അംഗസ്നാനം ചെയ്യുകയാണ്, നമസ്കരിക്കാൻ വേണ്ടി അംഗസ്നാനം ചെയ്യുകയാണ്. അപ്പോൾ ധാരാളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു ധൂർത്താണിത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ആ അംഗസ്നാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അനുചരൻ പ്രവാചകനോട് ചോദിച്ചു, അല്ല, ഈ അംഗസ്നാനം ചെയ്യുന്നതിലും ഈ ധൂർത്തിന്റെ പ്രശ്നമുണ്ടോ? ധാരാളം വെള്ളം ഉപയോഗിക്കുന്നു, അതാണ് പ്രശ്നം. അതിനെയാണ് പ്രവാചകൻ നിരൂപണം ചെയ്തത്. അപ്പോൾ ഈ അംഗസ്നാനം ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്ന വെള്ളത്തിലും ധൂർത്ത് എന്ന ഒരു വകുപ്പ് ബാധകമാകുമോ? അത് മതപരമായ ആത്മീയമായ ഒരു കാര്യമല്ലേ? എത്ര വെള്ളവും ഉപയോഗിച്ചുകൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, നീ ഒഴുകുന്ന പുഴയിൽ നിന്നാണ് അംഗസ്നാനം ചെയ്യുന്നതെങ്കിലും അത്യാവശ്യം വേണ്ട വെള്ളം മാത്രം ഉപയോഗപ്പെടുത്തുക എന്ന്. വേറെ ഒരു വചനമുണ്ട്. അതിൽ പ്രവാചകൻ പറയുന്നത്, അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു, എല്ലാം അവസാനിക്കാൻ പോവുകയാണ്, അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. അങ്ങനെ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ട സമയത്ത് നിന്റെ കയ്യിൽ ഒരു തെയ് ഉണ്ടെങ്കിൽ ആ തെയ് ഇനിയിപ്പോൾ എന്തിന് നടണം എന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് എറിഞ്ഞു കളയരുത്. അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും നിന്റെ
നിന്റെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നീ നടണം, നടാതെ വിടരുത് എന്ന ഒരു പ്രവാചകാധ്യാപനമുണ്ട്. നിങ്ങൾ ഈ 2 പ്രവാചകാധ്യാപനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കതിൽ നിന്ന് 2 ദർശനങ്ങൾ രൂപപ്പെട്ടു വരുന്നതാണ്. ഒന്നാമത്തേത് ഈ പ്രകൃതിയിലെ വിഭവങ്ങളെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തലാണ്. പ്രകൃതിയിലെ വിഭവങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് സാക്ഷാൽ മതപരമായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണെങ്കിൽ പോലും അത്യാവശ്യമുള്ളത് എടുക്കാവൂ എന്നുള്ള ഒരു വലിയ പാഠം ആ 1-ാമത്തെ പ്രവാചക വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ 2-ാമത്തെ വചനത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു തൈ നടുക എന്നത് ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കലാണ്. അന്തിമകാഹളത്തിൽ ഊതപ്പെട്ട എല്ലാം എരിഞ്ഞു തീരാനിരിക്കുന്ന മഹാസ്ഫോടനം സംഭവിക്കാനിരിക്കുന്ന ഒരു ബീഭത്സ ഘട്ടത്തിലാണെങ്കിൽ പോലും നിന്റെ കയ്യിലുള്ള ഒരു തൈ നീ നടാതെ പോകരുത് എന്നുള്ളതാണ്. അപ്പോ ഈ മതപരമായ അത്യാവശ്യ കാര്യത്തിനാണെങ്കിൽ പോലും പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുമ്പോൾ മിതമായിട്ട് ഉപയോഗപ്പെടുത്താവൂ എന്ന ഒരു പാഠം. അതേസമയം പ്രകൃതിയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും നിങ്ങൾ ഒരു തൈ നട്ടേ പോകാവൂ എന്നുള്ള ഉത്ബോധനം. ഒന്ന് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തലാണ്, മറ്റൊന്ന് ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കലാണ്. ഈ 2 കാര്യങ്ങളും വലിയ ഒരു തത്വമാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പൊന്മുട്ടയിടുന്ന താറാവിന്റെ ഇന്നൊരു മുട്ട, നാളൊരു മുട്ട, മറ്റന്നാളൊരു മുട്ട ക്ഷമ കെട്ട് ഇന്ന് ആ താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് പൊളിച്ചാൽ എല്ലാ മുട്ടകളും ഒന്നിച്ചു കിട്ടും എന്ന് കരുതിയ മനുഷ്യനെ പോലെ ആർത്തിപ്പണ്ടാരങ്ങളായിട്ട് മനുഷ്യർ മാറി. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും, മനുഷ്യർ തമ്മിലുള്ള ബന്ധവും, മനുഷ്യനും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധവും താളം തെറ്റിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് നിങ്ങൾ കാണേണ്ടതാണ്. ഈ 3 ബന്ധങ്ങളും ഉണ്ട് എന്നതല്ല പ്രവാചകാധ്യാപനത്തിന്റെ പ്രത്യേകത. ഈ 3 ബന്ധങ്ങളെയും സന്തുലിതമായി നേർരേഖയിൽ സുമോഹനമായി സമ്മേളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബന്ധങ്ങളെ പറ്റി പറയുന്നു എന്നുള്ളതല്ല, ബന്ധങ്ങൾക്കിടയിലുള്ള സന്തുലിതത്വം കൃത്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവികാധ്യാപനത്തിന്റെ സവിശേഷത എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനെ നമുക്ക് ഈ 3 ബന്ധങ്ങളും അതാതിൻ്റെ സ്ഥാനത്ത് സന്തുലിതത്വത്തോടെ നിലനിർത്തിക്കൊണ്ട് ഈ തകരാൻ പോകുന്ന ലോകത്തെയും തകർച്ചയിലേക്ക് നീങ്ങുന്ന തലമുറകളെയും തെറ്റിപ്പോകുന്ന മനുഷ്യന്റെ താളപ്പെരുത്തങ്ങളെയും യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിന് ഊർജം സ്വീകരിക്കാനും വഴിവെളിച്ചമാക്കാനും കഴിയുമോ എന്നുള്ള ആലോചനയിലാണ് ഈ സഹോദരങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇവരുടെ പ്രയത്നങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.